പഴനിയിലെ അരുൾമിகு പെരിയ നായകി അമ്മൻ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പഴനി മുരുകൻ ക്ഷേത്രത്തിൻ്റെ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപക്ഷേത്രമാണിത്. പഴനി ടൗണിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഭക്തർ ഇതിനെ ഊർക്കോവിൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. മലമുകളിലെ ക്ഷേത്രത്തെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കുറവായതിനാൽ ഭക്തർക്ക് ശാന്തമായി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കും. പഴനി ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 മുതൽ 2 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. ഓട്ടോറിക്ഷകൾ ധാരാളമായി ലഭ്യമാണ്. മലമുകളിലെ മുരുകനെ ദർശിക്കാൻ പോകുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട അതിപുരാതനമായ ഒരു പുണ്യകേന്ദ്രമാണിത്. നിങ്ങൾ പഴനിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഊർക്കോവിൽ കൂടി നിങ്ങൾ കാണേണ്ടതാണ്. കാരണം അതിപുരാതനമായ കൽശിലകളും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശിലകളെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ശാന്തസുന്ദരമാണ് ഈ ക്ഷേത്ര പരിസരമെല്ലാം. ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനും ദർശിക്കുവാനും സാധിച്ചു. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മൻകുടം തലയിലേന്തി കുറച്ച് പേര് ചെണ്ടകൊട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന അതൊരു പ്രത്യേക ഒരു വഴിപാടോ എന്തോ ആണ് ഇവിടുത്തെ. കറക്റ്റായിട്ട് എനിക്കതറിയില്ല. അത് മുരുകനുള്ള തീർത്ഥമാണെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. തീർത്ഥജലമാണെന്നാണ് പറഞ്ഞത് മുരുകനിക്കുള്ള. ആ തീർത്ഥം തലയിൽ ഏന്തിക്കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല ചെണ്ടകൊട്ടും ഇതൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വലം വെച്ച് ഊരമ്പലത്തിന് വലം വെച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്. കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വീഡിയോസ് എടുക്കുന്ന അലൗഡ് ആണോ റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് നിന്ന് എല്ലാം എടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് ഈ ഊരമ്പലത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോസൊന്നും വളരെ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഞാൻ ഒരുവിധം നിങ്ങളെ കാണിക്കുവാനായിട്ടൊക്കെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞത് റെസ്ട്രിക്റ്റഡ് ആണോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംശയത്താലാണ് നമ്മൾ എടുത്തത്. എങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരുപാട് ശില്പങ്ങൾ കാണാം. അതുപോലെ തന്നെ വളരെ ബലിഷ്ഠമായ കല്ലുകളാണിത്. കൽത്തൂണുകളും നമ്മൾ നടക്കുന്ന തറകൾ, അതുപോലെ മുകളിലുള്ള ഭാഗം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അതെല്ലാം ഈ താഴെയുള്ളതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഗോപുര നട പോലെയുള്ള ഈ ഒരു വാതിലൊക്കെ കണ്ടോ? ഈ ഒരു വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ വലിയ വാതിലുകളാണ്. വളരെ ഉയരം കൂടിയതും. ഇതെല്ലാം കല്ലാണ്. കംപ്ലീറ്റ് ഇത് ബലിഷ്ഠമായ കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതിന് മുകളിലായിട്ട് ദേവന്മാരെ എല്ലാം വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുകളിലായിട്ട് ഉണ്ടത്. ഈ ഒരു വാതിലൊക്കെ കണ്ടോ? കല്ലുകൾ, കംപ്ലീറ്റ് കല്ലുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള നല്ലൊരു കാഴ്ചയായിരുന്നു ഇത്. കുറേ അത്ഭുതം തോന്നിയൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ ഉത്സവത്തിൻ്റെ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ല. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പാർവതീദേവിയുടെ രൂപമായ പെരിയ നായകി അമ്മനാണ്. അതുപോലെ തന്നെ സോമാസ്കന്ദ രൂപമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുരുകൻ നടുവിലും ശിവൻ, അതായത് നമ്മുടെ കൈലാസനാഥ്, വലതുഭാഗത്തും അമ്മൻ ഇടതുഭാഗത്തുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവമായ സോമാസ്കന്ദ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പഴനിമലയുടെ അടിവാരത്ത് നഗരഹൃദയങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ക്ഷേത്രം ഊർക്കോവിൽ അല്ലെങ്കിൽ ടൗൺ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം നായക രാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. പാണ്ഡ്യ വിജയനഗര വാസ്തുവിദ്യാ ശൈലികളും ഇവിടെ ദർശിക്കുവാൻ കഴിയും.
പ്രവേശന കവാടത്തിൽ കരിങ്കല്ലിൽ തീർത്ത മനോഹരമായ ശില്പങ്ങളോട് കൂടിയ വലിയൊരു മണ്ഡപം കാണാൻ സാധിക്കും. എനിക്ക് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ രാശിചക്രങ്ങളെയും 27 നക്ഷത്രങ്ങളെയും സൂചിപ്പിക്കുന്ന ശില്പങ്ങൾ കൊത്തിയ തൂണുകളും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. പ്രധാന വിഗ്രഹങ്ങളായി ഇവിടെ കണ്ടത് ഞാൻ പെരിയ നായകി അമ്മനെ കൂടാതെ മുത്തുകുമാരസ്വാമി, അതുപോലെ വള്ളി ദൈവാനൈ, നടരാജർ, ഗണപതി, സൂര്യൻ, ചന്ദ്രൻ എന്നീ ദേവതകളുടെ സന്നിധികളും ഇവിടെ കാണുവാൻ സാധിച്ചു. പഴനിയിലെ എല്ലാ പ്രധാന ഉത്സവങ്ങൾക്കും കൊടിയേറ്റം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന തൈപ്പൂയമാണ് ഏറ്റവും വലിയ ആഘോഷമായി അറിയുവാൻ സാധിച്ചത്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കുന്ന ഈ ഉത്സവങ്ങളിൽ അമ്മൻ്റെ എഴുന്നള്ളത്ത് വളരെ പ്രധാനമാണ്. മുരുകൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണിത്. അതുപോലെ തന്നെ വിജയദശമി ദിവസം മലക്ഷേത്രത്തിൽ നിന്നും മുരുകൻ്റെ വേൽ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങുമുണ്ട്. ഇവിടെ തൊഴുവാനായിട്ട് വരുന്നവർ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് അമ്മനെ ദർശിക്കാവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പഴനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും എല്ലാം ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലെ മുരുകൻ ക്ഷേത്രമായിട്ട് താരതമ്യം ചെയ്തപ്പോൾ തിരക്ക് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്തർക്ക് വളരെ സമാധാനപരമായി തന്നെ ഇവിടെ ദർശനം നടത്തുവാനും സാധിക്കും.